പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. മൊഴി പോലും എടുക്കാൻ തയ്യാറല്ല. അത് അന്വേഷിച്ചിട്ട് മൊഴിയെടുക്കുക. അന്വേഷിച്ചിട്ടാണോ മൊഴിയെടുക്കുന്നത്? പരാതിക്കാർക്ക് കൊടുക്കാനുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്ക് നീതി കിട്ടുന്നില്ല. CPM ഈ വേട്ടയാടൽ അവസാനിപ്പിക്കണം. നിങ്ങളെന്താ സാമ്പത്തിക ബാധ്യതയുള്ള ആളുകൾക്കെതിരായിട്ട് നിങ്ങൾ പൊതുയോഗം നടത്തി നിങ്ങളെ അധിക്ഷേപിക്കുമോ? എന്തൊരു പാർട്ടിയാണിത്? എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ ശക്തിയായ പ്രതിഷേധമുണ്ട്. അത് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുക്കണം, ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, GST വകുപ്പിനെതിരായി വ്യാപകമായ അഴിമതി ആരോപണങ്ങൾ വരികയാണ്. വ്യാപകമായി വലിയ അഴിമതി ആരോപണങ്ങൾ വരികയാണ്. ഇപ്പോൾ ഒരു കരിയോയിൽ കമ്പനിയുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ ഇടനിലക്കാരെ വെച്ച് പണം മേടിക്കാൻ ഒന്നിലധികം സംഭവങ്ങളാണ് വരുന്നത്. വരാനിരിക്കുന്ന ദിവസം GST വകുപ്പിൽ നടക്കുന്ന ധാരാളം അഴിമതി കഥകളുടെ തുടക്കമാണ്, വരാൻ പോകുന്ന അഴിമതി കഥകളുടെ തുടക്കമാണ് ഈ കാസർഗോഡത്തെ ആ കേസ്, ആ കമ്പനിയുടെ കേസ്. വ്യാപകമായ അഴിമതി ദല്ലാളന്മാരെ വെച്ചുകൊണ്ടാണ് GST ഇൻ്റലിജൻസിൻ്റെ CPM അനുഭാവികളായ ആളുകൾ ആണ് മുഴുവൻ തലപ്പത്ത്. പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ മുഴുവൻ ഇരിക്കുന്നത് അവരാണ്. അവർ പണം സമ്പാദിക്കുകയാണ്. GST വെച്ചിട്ട് GST കേരളത്തിൽ പരിതാപകരമായ അവസ്ഥയിലാണ്. GST ഭരണം തന്നെ, ടാക്സ് നികുതി ഭരണം തന്നെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കും. അവിടെയാണ് സർക്കാരിലേക്ക് കിട്ടേണ്ട പണം ഇടനിലക്കാരെ വെച്ച് കൈക്കൂലി വാങ്ങിച്ച് കോടികളാണ്. ഒരുപാട് കഥകൾ വരാൻ പോവാണ്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കരിയോയിൽ കമ്പനി. അവരെനിക്കും മെയിൽ അയച്ചിട്ടുണ്ട്, എനിക്കും പരാതി തന്നിട്ടുണ്ട്. വളരെ വ്യക്തമായ തെളിവുകൾ. അവർ ഇടനിലക്കാരന് പണം കൊടുത്തതും ഇടനിലക്കാരൻ ഈ ഓഫീസർക്ക് ഇത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയതുകൊണ്ട്. അപ്പോൾ ഇടനിലക്കാരെ വെച്ചുകൊണ്ടാണ് GSTയിൽ വലിയ അഴിമതി നടക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് GSTയിൽ നടക്കുന്ന അഴിമതി. ഈ ജനപ്രതിനിധിയുടെ ആത്മഹത്യയിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ്? അല്ല, അവരെ ആത്മഹത്യ പ്രേരണ കുറ്റം എടുത്തുകൊണ്ട് അവരുടെ ആത്മഹത്യക്ക് കാരണമായത് ഇവരാണ്. പൊതുയോഗം നടത്തി ആ സ്ത്രീയെ, ജനപ്രതിനിധിയെ അധിക്ഷേപിച്ചതുകൊണ്ടാണ് അവർ ആത്മഹത്യ. ജനങ്ങളുടെ മുമ്പിൽ അവരെ അധിക്ഷേപിച്ചതാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത്. ഇതിൻ്റെ പേരിൽ അന്വേഷണം നടത്തണം, മൊഴിയെടുത്ത് അന്വേഷണം നടത്തണം. കുടുംബത്തിൻ്റെ മൊഴിയെടുത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ മീറ്റിങ്ങിലെ റെക്കോർഡുകളുണ്ട്, അത് പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രമേ ഒരു പൊതുയോഗം നടത്തുക. ഇവർക്കാർക്കും കാശ് കൊടുക്കാനില്ല, CPMകാർക്ക് കാശ് കൊടുക്കാനില്ല. അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട്. അത് അവർ ലോണൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി ആ ലോണെല്ലാം അവർക്ക് അനുവദിച്ച് കിട്ടിയ ദിവസങ്ങളാണ്. എന്നിട്ടും ഇങ്ങനെ കടമുള്ളവരെയൊക്കെ നമുക്കെതിരെയൊക്കെ എത്ര പേര് നടത്തേണ്ടി വരും? കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ അധിക്ഷേപിക്കുക, എന്നിട്ട് അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക. അതിൽ മനംനൊന്താണ് അവർ ആത്മഹത്യ. ആവശ്യപ്പെട്ടുകൊണ്ട് CPM തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയാണ്. കന്റോൺമെന്റ് ഹൗസിലേക്ക് മാർച്ച് നടത്തുന്നു. ആത്മാഭിമാന സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. രാജിയില്ല. ഇത് CPM നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ME ഗോവിന്ദന്റെ മകനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കണം. അതിന് മറുപടിയില്ല. CPM നേതാക്കന്മാർക്കൊരു മന്ത്രിക്കുൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം അയച്ചിരിക്കുന്നു, പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു. ഗുരുതരമായ ആരോപണം. കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മറച്ചു വയ്ക്കാൻ അത് ചർച്ച 2-3 ദിവസം ഏതായാലും നിങ്ങളാരും അത് ചർച്ച ചെയ്തില്ല. ഗൗരവതരമായ ആരോപണം CPM സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു. അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു. റേപ്പ് കേസിൽ പ്രതിയായ ആൾ അവിടെ ഇരിക്കുകയാണ്. ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട്? അവരെയൊക്കെ ആദ്യം പുറത്താക്കി. ആ MLA-മാരുടെ റേപ്പ് കേസിൽ പ്രതിയായ MLA-യോട് രാജിവെക്കാൻ പറ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് CPM നടത്തുന്നത് ME ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുത്തുന്നതിനുമാണ്. പിന്നെ BJP-കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്ന് ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. നല്ലതായിട്ട് ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP-ക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി
പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്, കാളയെ കളയരുത്, കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തിക്കും. വെയിറ്റ് ചെയ്താണ്. പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. വരാനുണ്ട്. ഞെട്ടിപ്പോവും. അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അത് വരുന്നുണ്ട്. എത്ര കാലം ഇതുമായിട്ട് അല്ല നോക്കിക്കോ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ല. കുടത്തിലുള്ളതിനേക്കാൾ വലിയ ഭൂതമാണ് വരാനുള്ളത്. അല്ല, കുടത്തിലുള്ളതിനേക്കാൾ വലിയ ഭൂതമാണ്. ഇലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും? ഒരുപാട് ദിവസമില്ലേ ഇലക്ഷന്? അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. ഇത്ര ദിവസം ഒന്നും പോകാൻ പാടില്ല. പാലക്കാട് എന്നാണോ? അല്ല വിളിക്കണല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് CPM ഇത് നടത്തുന്നത്? CPM ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന് മുതലാണ് CPM-ന് ശബരിമലയോട് ഈ പ്രേമം ഉണ്ടായത്. അപ്പോൾ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറേ നാളായിട്ട്, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ പ്രീണനമാണ്. അപ്പോൾ ശബരിമലയെ പിടിച്ചിരിക്കുക, അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭൂരിപക്ഷ വർഗീയതയാണ് CPM ഉയർത്തുന്ന ആയുധം. ഇപ്പോൾ വരുന്ന ആയുധം സംഘപരിവാർ ഒരുമിച്ച് നടത്തട്ടെ. ഒരുമിച്ചാണല്ലോ, എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ. അവർ ഒരുമിച്ച് നടത്തട്ടെ. നമ്മൾ കാണാം, കേരളം കാണാം. പക്ഷേ CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്, ഈ വർഗീയത കളിക്കുന്നത്. അത് അവർക്ക് ബോധ്യമായിക്കോളും. ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ ഈ CPM-ന് സംഭവിക്കും. ഞങ്ങളൊന്നും വിളിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് അറിയില്ല. പരിപാടി വായിച്ചത് അറിയില്ല, ഞങ്ങളെ അറിയില്ല, ഞങ്ങൾക്കറിയില്ല. ആ വിഷയം ക്ലോസ്ഡ് ആണ്. ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല. ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാം? ആ സബ്ജക്റ്റിന്റെ മറവിൽ, ആ സബ്ജക്റ്റിൽ ഞാൻ നില പറഞ്ഞു, ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്.